ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആണ്. നമ്മുടെ സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഹെയർ കെയർ റുട്ടീൻ വീഡിയോ സ്പെഷ്യൽ ആണ്. ഇന്ന് നമ്മുടെ ഹെയറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമല്ലോ എന്താ നമ്മൾ സൺഡേ ചെയ്യണത്. അപ്പൊ സൺഡേ ഇന്ന് ഞാൻ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു ഹെയർ കെയറിനുള്ള ഒരു സാധനമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താണിത്, എന്താ ഹെയർ ക്യാപ്പ് പോലെ ഉണ്ട് അല്ലെ, ക്യാപ്പ് ഇട്ട് കാണിച്ചു തന്നു. അപ്പൊ ഇത് ഹെയർ ക്യാപ്പാണ് വിചാരിക്കും, എന്ത് ടൈപ്പാണെന്ന് വിചാരിക്കും. അപ്പൊ ഇത് ഹെയർ കെയറിനുള്ളൊരു ക്യാപ്പാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പാ ഒക്കെ ചെയ്യാറില്ലേ, ചെയ്യുമ്പോൾ നമ്മൾ പാർലറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ സ്റ്റീമർ, ഒരു ബോൾ പോലത്തെ ഒരു സാധനം നമ്മൾ തലയിൽ കൊണ്ടുവച്ചിട്ട് സ്റ്റീം ചെയ്യാറുണ്ട്. ആ സെയിം പ്രവൃത്തി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ പാർലർ സ്റ്റൈലുള്ള അതൊക്കെ വാങ്ങിച്ചു വീട്ടിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ ചൂടുവെള്ളത്തിൽ തുണി നന്നായിട്ട്, അതായത് തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടവൽ നമ്മൾ മുക്കി പിഴിഞ്ഞിട്ട് അത് ഹെയറിൽ ഇങ്ങനെ കെട്ടിവെക്കും. ആ ചൂട് പോയി കഴിഞ്ഞ് വീണ്ടും എടുത്തിട്ട് നമ്മൾ തലയിൽ കെട്ടിവെക്കും. അങ്ങനെയാണ് ചെയ്യണത്. അതിന്റെ ഒന്നും ആവശ്യം ഇനി വരണില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഇതുപോലത്തെ ഒരു സ്റ്റീമർ ക്യാപ്പ് നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം. ആമസോണിൽ ഇതുപോലെ തന്നെ കുറച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ കിട്ടിയതാണ്. ഞാൻ ചുമ്മാതാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റി ഉപകാരപ്പെട്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പൊ സ്പാ ക്രീമിന്റെ കാര്യം സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മളുടെ ഈ ക്യാപ്പ് കണ്ടത്. ഞാനത് ഒരുപാട് പേര് മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടാവാം, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട് തോന്നിയപ്പോൾ അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഞാൻ യൂസ് ചെയ്തിട്ട് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി. എന്താ പറയുക, 8000 rupees ഒക്കെയുള്ള ഇതുപോലത്തെ ക്യാപ്പ് കിട്ടും. അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ 400 rupees ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിത് തീർച്ചയായിട്ടും നമ്മുടെ ഹെയറിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ തരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഇല്ല, നമ്മുടെ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യില്ല, അതിന് ശേഷം ഒക്കെ ഇത് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ഹെയർ ക്യാപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ പറയണം, എന്തായാലും ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം. ഇത് ജെന്റ്സിനും ലേഡീസിനും അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒന്നുമില്ല, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. സേഫ് ആണ്, സെക്യൂർഡ് ആണ്. അപ്പൊ എന്തായാലും വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് തെർമൽ സ്റ്റീമർ ക്യാപ്പ്. ഇത് നമ്മൾ പെട്ടെന്ന് കാണുമ്പം ഇതിൻ്റെ പുറം കവറാണ് നമ്മൾ ആദ്യം കാണുക. വളരെയധികം നൈസായിട്ടുള്ളൊരു കളറാണ്. ഒപ്പം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ കാണാം. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫ് കൂടിയാണ്. നെക്സ്റ്റ് ഇതിനകത്ത് ഒരു ത്രെഡ് ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് ഹെയറിലൊന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ തലയുടെ വലിപ്പം അനുസരിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാനുള്ള, അഡ്ജസ്റ്റബിൾ ചെയ്യാനുള്ള ഒരു ത്രെഡ് കൂടി ഇതിനകത്ത് കാണാം. കൂട്ടി കുറച്ചൊക്കെ നമുക്ക് വയ്ക്കാം. അത് ഇത്രയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു 1 മീറ്ററോളം നീളമുള്ള ഒരു പ്ലഗ് കാണാം. നമുക്ക് ഇലക്ട്രിക്കൽ പ്ലഗ് നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് കുത്തിയിട്ടിട്ട്, അതായത് നമ്മൾ കറണ്ട് ഇലക്ട്രിക്കൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇടത്തുണ്ട്. ഒരു 1 മീറ്ററോളം നീളമുണ്ട്. തീരെ ചെറിയ ഒരു വയറും അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഈ തെർമൽ ക്യാപ്പ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ എന്നോട് എടുത്തിരിക്കുന്നത് ഹെയർ സ്പാ ക്രീമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഹെയർ സ്പാ ക്രീം എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 2-3 ഡ്രോപ്സ് ടീ ട്രീ എസൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്തിട്ട് ടവൽ ഡ്രൈ ചെയ്ത ഹെയറിലോട്ട് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമ്മളെ ഹെയറും സ്കാൽപ്പും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം ഹെയർ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിവെക്കുക. അതിന് ശേഷം ഇതുപോലെ ഒരു ഷവർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് ഇതുപോലെ വയ്ക്കുക. അതല്ല ഇത് ഷവർ ക്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടവൽ നമ്മളെടുത്തിട്ട് നന്നായിട്ട് തലയ്ക്ക് ചുറ്റും കെട്ടിവെക്കുക. നമ്മുടെ ഹെയറിൽ
അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് നോക്കണം കേട്ടോ. വെള്ളം നമ്മൾ വെക്കേണ്ട. അതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഷവർ ക്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ക്യാപ്പ് നമ്മൾ തലയിലിട്ട് ജസ്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിന് ടൈറ്റ് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുക. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് ഹൈയിലിടുക. അതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലോയിലിട്ട് ഇടുക. അതിനുശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ ടൈമർ ജസ്റ്റ് ഒന്ന് മൊബൈലിലൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് സമയം അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാം. നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ കോയിൽ ഇങ്ങനെ നമുക്ക് ചെറിയ ചൂടായിട്ട് വരുന്ന ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ മൊബൈലിൽ ടൈം വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ സമയത്ത് നമുക്ക് ബോറടിക്കില്ല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എടുക്കുക, ഹാപ്പി ബിറ്റ്സ് TV എടുക്കുക, അതിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ സമയം 15 മിനിറ്റ്സ് ആയി. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഹെയർ നനവ് നമുക്കറിയാൻ പറ്റും. നന്നായിട്ട് സ്റ്റീമായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നോർമൽ ഷാമ്പു ഇട്ടിട്ട് കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് സ്പാ ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുവേദന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാൻ. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കാണാം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഇതിലൂടെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാനും മറക്കരുത്. 9496532598 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ നമ്മുടെ ലിങ്ക് വഴി കമ്മ്യൂണിറ്റി ലിങ്ക് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുവേദന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു signing off. Take care. Bye.